മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മോഹിനിയമ്മയുടെ പിറന്നാളനുബന്ധിച്ച് കരുണയും മഹാലക്ഷ്മിയും സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത്. കരുണയെ സ്നേഹിക്കാൻ അമ്മയും മുത്തശ്ശിയും പ്രതാപനും ഉണ്ട്. എന്നാൽ കരുണയാണെങ്കിൽ ഒറ്റ മോളാണെന്നുള്ളൊരു വിചാരമാണ്, ചേച്ചി ഉണ്ടെന്നുള്ളൊരു ഭാവമേ ഇല്ല. ചേച്ചിക്ക് സ്നേഹം പങ്കുവെച്ച് കൊടുക്കുന്നതാണ് കരുണയ്ക്ക് ഏറ്റവും വലിയ വിരോധം. അമ്മയുടെ സ്നേഹം മൊത്തത്തിൽ കരുണയ്ക്ക് മാത്രം കിട്ടണം എന്നുള്ളൊരു കുശുമ്പാണ് അവൾക്ക്. അന്ന് മേഘനാഥനും പ്രതാപനും കൂടി ചേർന്ന് മഹാലക്ഷ്മിയെ ചിതയൊരുക്കി കത്തിച്ചു എന്ന് വിശ്വസിച്ചതിന് ശേഷം അമ്മയെ വാരോളം സ്നേഹിക്കുന്നുണ്ടായിരുന്നു കരുണ. കാരണം ഇനി അമ്മയുടെ സ്നേഹം പകുത്തു പോകത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട്. പിന്നെ മഹാലക്ഷ്മി തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോഴത്തേക്കും കരുണയുടെ പ്ലേറ്റ് മാറി വീണ്ടും ദേഷ്യമായി അമ്മയോട്. അവൾ എന്താഗ്രഹിച്ചാലും സാധിച്ചു കൊടുക്കാൻ സ്നേഹനിധിയായ ഒരു അച്ഛനും അമ്മയ്ക്ക് തുല്യം ഒരു മുത്തശ്ശിയുണ്ട്. എന്നാൽ മഹാലക്ഷ്മിയുടെ കാര്യമോ, കണ്ണൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയാണെങ്കിൽ ഒരു ലിമിറ്റിനപ്പുറം മഹാലക്ഷ്മിയെ സ്നേഹിക്കാനോ അവൾക്കിഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാനോ ഒന്നും പ്രതാപനെയും മുത്തശ്ശിയും ഭയന്ന് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെയും കണ്ണൻ മരുമകനായി വന്നതിന് ശേഷമാണ് മുത്തശ്ശിയും പ്രതാപനെയും ധിക്കരിക്കാൻ പോലും തുടങ്ങിയത്. അതുവരെയും അവളൊരച്ഛൻ്റെ സ്നേഹം അറിഞ്ഞിട്ടില്ല. ബന്ധുക്കളോ ആരുമില്ലാത്ത ഒരു അനാഥയെപ്പോലെ മാത്രമായിരുന്നു മഹാലക്ഷ്മി ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെ ആകണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. കണ്ണൻ്റെ വീട്ടിലേക്ക് മഹാലക്ഷ്മിയെ കല്യാണം കഴിച്ച് വിട്ടത് തന്നെ കരുണയുടെ ദാസിയായിട്ടിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ പറയുന്ന കണ്ണൻ പോലും കരുണയുടെ വാക്കുകൾ മാത്രമേ വിലക്കി കൽപ്പിക്കൂ എന്നൊക്കെ കരുതിയത് തെറ്റായിപ്പോയെന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. അതായത് സ്വത്തുക്കളെല്ലാം കണ്ണനാണ്. കണ്ണൻ മഹാലക്ഷ്മിക്ക് ഭാര്യ എന്ന നിലയ്ക്കുള്ള വിലയും ബഹുമാനവും ഒക്കെ കൊടുക്കുന്നത് കണ്ടിട്ടും സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് അവളെ കൊല്ലണമെന്നുള്ള ആഗ്രഹം കൂടി വരുന്നത്. ഈ വീട്ടിലും കമലേശ്വരം വീട്ടിലും തൻ്റെ മകൾ മാത്രം റാണിയായിട്ട് ജീവിക്കണം. അവൾക്ക് ഇവിടെ കിട്ടിയ സുഖസൗകര്യങ്ങൾ എന്താണോ അതിൽ ഒരു തരി കുറവ് സംഭവിക്കരുതെന്ന് മാത്രമല്ല, മഹാലക്ഷ്മി സങ്കടപ്പെട്ട് ജീവിക്കുകയും വേണം. മഹാലക്ഷ്മിക്ക് ഒരു സുഖസൗകര്യങ്ങളും ആകാനും പാടില്ല. ആ ഒരു നിർബന്ധമാണ് അവർക്കുള്ളത്. അതിനു വേണ്ടിയിട്ട് മഹാലക്ഷ്മിയെ നൊന്ത് പ്രസവിച്ച അമ്മയുടെ പിറന്നാൾ ദിവസം തന്നെ അവളെ കൊല്ലണമെന്നുള്ള പ്ലാനിങ്ങിലിരിക്കുവാണ് സ്വന്തം അനിയത്തിയും രണ്ടാനച്ഛനും മുത്തശ്ശിയും. അവർ പിന്നെ രണ്ടാനച്ഛനെന്നെങ്കിലും പറയാം. സ്വന്തം അനിയത്തിക്ക് അങ്ങനെ മനസ്സ് വന്നല്ലോ. ഒരമ്മയെ സംബന്ധിച്ച് തൻ്റെ പിറന്നാൾ ദിവസം തന്നെ തൻ്റെ മകൾ മരിച്ചു എന്നുള്ള ആ ഒരു ഷോക്ക് താങ്ങുന്നതിനും അപ്പുറമായിരിക്കും. അതുപോലും കരുണ ചിന്തിക്കുന്നില്ല. മഹാലക്ഷ്മിയുടെ മരണവും അമ്മയുടെ പിറന്നാളും ഒരു ദിവസം തന്നെ കൊണ്ടാടാലോ അടുത്ത വർഷം മുതലെന്നുള്ള സന്തോഷമാണ് അവർക്ക്. മുത്തശ്ശിയും പ്രതാപനും കരുണയെ നടുക്ക് കടത്തി തലയിൽ തലോടി കൊഞ്ചിക്കുന്ന സമയത്ത് കരുണ പറയുന്നുണ്ട്, 2 ലിറ്റർ പാൽപ്പായസമാണ് ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മഹാലക്ഷ്മി നേർന്നിരിക്കുന്നതെന്ന്. അതേസമയം മോഹിനിയമ്മയാണെങ്കിൽ തൻ്റെ മകളെ നെഞ്ചോട് ചേർത്ത് വെച്ച് തട്ടി ഉറക്കുന്നു. എന്നിട്ട് പറയുന്നു, കരുണയും അവളുടെ മുത്തശ്ശിയും അച്ഛനും ഒന്നിച്ചിവിടെ നിൽക്കുന്നതിൽ എനിക്ക് ഭയം തോന്നുന്നു. മുമ്പൊരിക്കൽ മഹാലക്ഷ്മി മരിച്ചു എന്ന് വിശ്വസിച്ച് മോഹിനിയമ്മയ്ക്ക് കൂട്ടു നിൽക്കാനും സന്തോഷം പ്രകടമാക്കാനും ഒക്കെ കൂടെ വന്ന കരുണയെ മോഹിനിയമ്മ ഇപ്പോഴും മറന്നിട്ടില്ല. ആ ഒരു ഓർമ്മയ്ക്കാണ് മഹാലക്ഷ്മിയോട് അത് പറയുന്നത്. മഹാലക്ഷ്മിക്കും പേടിയില്ലാതില്ല. അവൾ എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടട്ടെ, ഈശ്വരൻ നമ്മുടെ ഭാഗത്താണെന്ന് മഹാലക്ഷ്മിയും പറയുന്നു. അതേസമയം മേഘനാണെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് മഞ്ജുവിനെ സാഗറിനെ ഒന്നിച്ച് കണ്ട കാര്യവും അവിടെ വെച്ച് താൻ അവനെ തല്ലിയപ്പോൾ മഞ്ജു തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞ് വിഷമിക്കുമ്പോൾ വാമദേവൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. എടാ, നീ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ആ സാഗറിൻ്റെ പിടിയിൽ നിന്നും അവളെ എങ്ങനെയെങ്കിലും സ്നേഹിച്ച് വിളിച്ചോണ്ട് പോരെ. അച്ഛൻ വിചാരിക്കുന്നത് പോലൊന്നുമല്ല, അവനൊരു കുറുക്കനാ. അവൻ്റെ പിടിയിൽ നിന്നും ഒത്തോണമൊന്നും മഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, അവൻ അവളെ ഉപേക്ഷിച്ച് പോയാൽ പോലും അവൾ എന്നോടൊപ്പം ജീവിക്കുന്ന ഒരു ലക്ഷണവും ഇല്ല. ഞാൻ മാത്രം മതിയെന്ന് പറഞ്ഞിരുന്ന പെണ്ണാ ഇപ്പം എന്നെയാണ് അവളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. അതിനുള്ള കാരണം ഉണ്ടാക്കിയത് നീ തന്നെയല്ലേ എന്ന് വാമദേവൻ കുത്തിച്ചു വയ്ക്കുന്നു. അച്ഛനും കൂടി ഇങ്ങനെ പറയണം. എടാ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല. ഒരു പെണ്ണും സഹിക്കില്ല തൻ്റെ ഭർത്താവിന് മറ്റൊരു പെണ്ണുമായിട്ട് അടുപ്പമുണ്ട്, അതിലൊരു കുഞ്ഞുണ്ടെന്ന് അറിയുമ്പോൾ. അതേ ഇവിടെ സംഭവിച്ചോളൂ. ഇനി എന്ത് ചെയ്യൂ അച്ഛാ? നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാമെന്ന് വാമദേവൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട്, അവളെന്തായാലും 2 ലിറ്റർ പാൽപ്പായസം അല്ലേ അമ്മയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ പായസത്തിൽ തന്നെ വൈദ്യര് തന്ന മരുന്ന് കലക്കി കൊടുക്കാം. പായസത്തിലാകുമ്പം മധുരം ഇരട്ടിക്കുമെന്നല്ലേ വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. അറിയത്തുമില്ല, നന്നായിട്ട് ആസ്വദിച്ച് കുടിച്ചോളും. അവളെന്ന് പറയുന്ന ശല്യം അതോടെ തീർക്കാമല്ലോ. അത് കേട്ടിട്ട് സന്തോഷത്തോടെ പ്രതാപം പറയുന്നു, അത് മതി അമ്മ,
കാരണം ഇവിടെ വെച്ച ഫുഡിലാ വിഷം കലർത്തി കൊടുക്കുന്നെങ്കിൽ മോഹിനിക്കും മറ്റുള്ളവർക്കും സംശയം തോന്നും. ഇത് പുറത്തുനിന്ന് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസമാകുമ്പം സംശയം തോന്നത്തേയില്ല. 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ ശരീരത്ത് മരുന്ന് പിടിച്ചു തുടങ്ങുള്ളൂ. അപ്പോഴത്തേക്കും ഇവിടുത്തെ ഫുഡ് കൊണ്ടാണ് അവൾക്ക് പ്രശ്നം ഉണ്ടായെന്ന് തെറ്റിദ്ധരിക്കത്തുമില്ല. അനന്തുവിനെയും മാർക്കോയെയും പോലും അമ്പരപ്പിച്ചുകൊണ്ട് കണ്ണൻ അത് പറയുന്നുണ്ട്. എൻ്റെ കാൽവിരലുകളിലേക്ക് പെട്ടെന്ന് രക്തയോട്ടം കൂടിയതുപോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ നടുവൊക്കെ നിവർന്നതുപോലെ എനിക്ക് നടക്കാൻ സാധിക്കും എന്നും പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് താഴെ കാല് വെച്ച് നടക്കാൻ ശ്രമിക്കുന്നു. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന മാർക്കോയെയും അനന്തുവിനെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും കണ്ണൻ നടക്കാൻ തുടങ്ങുന്നു, മറ്റൊരാളുടെ സഹായമില്ലാതെ. മിക്കവാറും മോഹിനിയമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന് കണ്ണന് നടന്നു വരാൻ സാധിക്കുമായിരിക്കും. എങ്കിലും നടക്കാൻ തുടങ്ങുന്ന കാര്യം രഹസ്യമാക്കി തന്നെ വെക്കൂ. നല്ല പുരോഗതി ഉണ്ടായതിനു ശേഷം മാത്രമേ ശത്രുക്കളെ അറിയിക്കുകയും ചെയ്യൂ.